നമ്മുടെ ദീപക് മോഹനിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ രക്ഷാസംഘം ഇപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിൽ എത്തിയോ എന്ന് നമുക്കൊന്ന് ചോദിക്കാം. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നതും ആ ചോദ്യത്തിനാണ്. ദീപക്, മുണ്ടക്കൈയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ രക്ഷാദൗത്യം? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് പ്രവേശിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിനേക്കാൾ ഇപ്പോൾ ആ പള്ളിയുടെ ഭാഗത്തേക്ക് മറുകരയിലുള്ള ഭാഗത്തോടുകൂടി ആ ഭാഗത്തേക്ക് അവർ പോകുന്നുണ്ട്. ആ ഭാഗത്തെത്തി അവരവിടെ നിന്ന് ആ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ മദ്രസയും പള്ളിയും. പള്ളി നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാമെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മളിപ്പോൾ ഒരു ഉയർന്ന ഭാഗത്ത് നിന്ന് നെറ്റ്വർക്കുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഗത്ത്, അതായത് ഈ മണ്ണും ചെളിയും വലിയ പാറക്കൂട്ടങ്ങളും നിറഞ്ഞു കിടക്കുന്നതിന് തൊട്ട് മുകളിലുള്ള ഇടതുഭാഗത്തുള്ള ഈ പള്ളിയോട് ചേർന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അങ്ങോട്ടേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഫയർഫോഴ്സിന്റെ ആളുകളായിരുന്നു ആ ഭാഗത്തേക്ക് എത്തിയത്. അല്പം മുൻപ് NDRFന്റെ സംഘം ഉണ്ടായിരുന്നെങ്കിലും NDRFന്റെ ആളുകളൊന്നും ആരും തന്നെ ഇപ്പോൾ ഈ ഭാഗത്തില്ല. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പ്രദേശവാസികളായ ഈ പ്രവർത്തനം നടത്തുന്ന ആളുകളുമാണ് ആ ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. ഏതായാലും ഈ പ്രധാന ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്തേക്ക് ഒരു കൃത്രിമ പാലം, ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അതിലൂടെ ഈ പുഴ, ഈ ശക്തമായി ഒഴുകുന്ന ഈ കുത്തൊഴുക്കുള്ള ഈ നദി കുറുകെ ചാടി രക്ഷാപ്രവർത്തനത്തിന്റെ ആളുകൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. മുണ്ടക്കൈയുടെ ട്രീവാലി റിസോർട്ടിന്റെ ആ ഭാഗത്തേക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം തന്നെയാണെന്നാണ് രക്ഷാപ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്താനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ പള്ളിയുടെ ഭാഗത്ത് 2 ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ മുണ്ടക്കൈ LP സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തി. ആ ഭാഗത്ത് നിന്ന് അവർ മുകളിലോട്ട് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ ചെങ്കുത്തായി ഈ ഇടിഞ്ഞു വന്ന മൺകൂര ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുന്നത് ദുഷ്കരമാണ്. മാത്രമല്ല അവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് നിൽക്കുക എന്നത് അസാധ്യമാണ്. അതായതാണ് തൊട്ടടുത്ത ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്തോട് കൂടി ആ ഭാഗത്തോടു കൂടി രക്ഷാപ്രവർത്തകർ ഈ പള്ളിയുടെയും മദ്രസയുടെയും അടുത്തേക്ക് പോകുന്നത്. നേരത്തെ ഈ ഫയർഫോഴ്സ് ജീവനക്കാർ കണ്ടിരുന്നു. നേരത്തെ ഒരു ഷീജ സുദേവന്റെ കാര്യം ചോദിച്ചുകൊണ്ട് സൈഞ്ചു നമ്മളോട് വിളിച്ചിരുന്നു. സൈഞ്ചു ഈ പരിപാടി തത്സമയം കാണുന്നുണ്ടെങ്കിൽ സൈഞ്ചുവിന്റെ അമ്മാവൻ സുരക്ഷിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അദ്ദേഹം വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സുദേവന്റെ വിവരം വൈശാഖൻ നമ്മളെ വിളിച്ചറിയിച്ചു. വൈശാഖൻ ഇപ്പോൾ ലൈനിലുണ്ട് എന്ന് തോന്നുന്നു. വൈശാഖൻ, കേൾക്കാമോ? വൈശാഖൻ, നമ്മുടെ സുദേവന്റെ അവസ്ഥ എന്താണ്? അവിടെ വീടിന്റെ അകത്ത് കുടിയും കിടക്കുക എന്നാ പറഞ്ഞത്. എന്റെ മാമൻ അവിടെ ഉണ്ട് മുണ്ടക്കയില്. ഞാന് പുള്ളിയെ വിളിച്ചായിരുന്നു. അപ്പം അവിടെ ഈ സുദേവൻ അകത്ത് കുടുങ്ങിക്കിടക്കാണ്. പരിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അത് പരിക്കെന്താ അറിഞ്ഞൂടാ. പുള്ളി അവിടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ TV കാണായിരുന്നു, ന്യൂസ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയത് അവിടെ. അപ്പം അവിടെ ഉണ്ട്. അപ്പം ഓക്കെ, സുരക്ഷിതമായിട്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? അല്ല, രക്ഷപ്പെടുത്താൻ അവര് ദൗത്യസംഘം എത്തും. ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മളുടെ ദൗത്യസംഘം. അവർ അല്പസമയത്തിനുള്ളിൽ വേഗം എത്തിക്കാൻ നോക്കാവൂ. ഓക്കെ, താങ്ക് യു വൈശാഖ്. സൈഞ്ചു കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ അമ്മാവൻ സുഖമായി തന്നെ ഉണ്ട്. സുഖമായി എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് അവിടെയുണ്ട്, താൽക്കാലികമായി സുരക്ഷിതമായിട്ട് അവിടെയുണ്ട്. ദൗത്യസംഘം അവിടേക്ക് എത്തും, അല്പസമയത്തിനുള്ളിൽ എത്തും, അമ്മാവനെയും അവിടെ നിന്ന് രക്ഷിക്കും. സുദേവന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ വൈശാഖൻ അവിടെ വിളിച്ച് ചോദിച്ചത് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് സൈഞ്ചു പറഞ്ഞത്. സമാധാനമായിട്ടിരിക്കൂ, അല്പസമയത്തിനുള്ളിൽ ദൗത്യസംഘം അവിടെ എത്തി രക്ഷിക്കുകയും ചെയ്യും. ധാരാളം പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കകൾ അല്ലാതെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ദൗത്യസംഘം അവിടേക്ക് എത്തിച്ചേരും. അല്പസമയത്തിനുള്ളിൽ ആ പ്രവർത്തേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്.